ഇതിൻ്റെ സ്വാഗത സംഘം ചെയർപേഴ്സണുമായിട്ടുള്ള ചന്ദ്രിക തുടങ്ങി ഒട്ടേറെ സഹാക്കൾ നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കാൻ ചേർന്നിട്ടുണ്ട്. അവർക്ക് എല്ലാം എൻ്റെ അഭിവാദനം മാത്രമേ അറിയിക്കുന്നു. സഹാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രാജ്യം നിർണായകമായ ഒരു പൊതുജനങ്ങൾക്ക് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് കേരള സെക്രട്ടറി ജോയിസ് അസോസിയേഷൻ്റെ 41ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങളുടെ എല്ലാവരുടെ ജീവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ഫയലുകളുമായി ബന്ധപ്പെട്ടവരാണ് നിങ്ങൾ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ ആശ്രയിച്ചാണ് വലിയൊരു പരിധിവരെ സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാകുന്നത്. തീർച്ചയായും കേരള സെക്രട്ടറി ജോയിസ് അസോസിയേഷൻ്റെ മുൻകീഴിൽ അനുസരിച്ചിട്ടുള്ള സെക്രട്ടറി ജീവനക്കാർ ഇതിന് സഹായകരമായ രൂപത്തിൽ സാമൂഹികതയോടെ പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് കുറെ കൂടി കുറ്റമറ്റതാക്കാനുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പേരെയും ഞാൻ യഥാർത്ഥമായി അഭിവാദ്യം ചെയ്യുന്നു. UPA ഗവൺമെൻറ്റാകട്ടെ, കേരളത്തിലെ UDF ഗവൺമെൻറ്റാകട്ടെ, ജീവനക്കാരുടെ അധ്യാപകരോട് മാത്രമല്ല വിവിധ ജനവിഭാഗങ്ങളോട് ഏറ്റവും ഗൗരവകരമായ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതായിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ UPA ഭരണത്തിലേക്ക് രാജ്യം കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുകയായിരുന്നു. ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള പുതിയ അഴിമതികൾ, രൂക്ഷമായ വിലക്കയറ്റം, രൂപയുടെ മൂല്യത്തലംച്ചാൽ തുടങ്ങിയവയാണ് 10 വർഷത്തെ UPA ഭരണത്തിൻ്റെ ബാധ്യതകളാണ്. ഈ നയങ്ങളുടെ ഫലമായി അവർ ജനങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒറ്റപ്പെട്ടു. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിയുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു ദുർബല കക്ഷിയായി മാത്രം കോൺഗ്രസ് മാറാൻ പോകുന്നു എന്നാണ് വിവിധ റിപ്പോർട്ടുകളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ കാണിക്കുന്നത്. ഈ തക്കം നോക്കി അധികാരത്തിൽ കടന്നുകൂടാൻ BJP സംഘപരിവാർ ശക്തികൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൂട്ടുകയാണ്. എന്നാൽ സംഘപരിവാർ ശക്തികൾ അധികാരത്തിലെത്തുന്നത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും ഭദ്രതയ്ക്കും മതനിരപേക്ഷ സങ്കല്പങ്ങൾക്കും ആപത്താണെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ BJPക്കെതിരെയും നിലപാടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് CPIM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ കക്ഷികളുടെയും മറ്റ് മതനിരപേക്ഷ പാർട്ടികളുടെയും നേതൃത്വത്തിലുള്ള ഒരു ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികൾ വിജയിച്ചു വരണമെന്ന ജനാധിപത്യവാദികളൊക്കെ ആഗ്രഹിക്കുന്നു. മെയ് 16 ശേഷം അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം രാജ്യത്തിൻ്റെ ഭരണാധികാരത്തിലേക്ക് എത്തപ്പെടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. UPA ഗവൺമെന്റിന്റെ ഏത് കൊള്ളരുതായ്മകളോടും സന്ധി ചെയ്യുകയും അതിനൊക്കെ ഹരരൂപ പാടുകയും ചെയ്യുന്ന സർക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത്. കഴിഞ്ഞ 3 വർഷത്തെ ഭരണം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തെ എല്ലാ അർത്ഥത്തിലും തകർത്തിരിക്കുകയാണ്. ഒരു ഭരണ സംവിധാനം തന്നെ ഇവിടെ ഉണ്ടോ എന്ന സംശയം തോന്നിപ്പിക്കും വിധമാണ് ഈ സർക്കാരിൻ്റെ പ്രവർത്തനം. 2006-2011 LDF സർക്കാർ നടപ്പിലാക്കിയ വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒന്നൊന്നായി ഇല്ലാതാക്കുന്ന സമീപനമാണ് UDF ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF ഗവൺമെന്റ് എന്തൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ ഇത്തരത്തിൽ ജനവിരുദ്ധ നയങ്ങൾ തന്നെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. 2011 മെയ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിനതിന് ശേഷം ആദ്യം തന്നെ ചെയ്തത് അതുവരെ ഫലപ്രദമായി നടപ്പിലാക്കിയിരുന്ന ജനകീയാസൂത്രണം അട്ടിമറിക്കുകയായിരുന്നു. കേരളത്തിൽ ഭവനരഹിതരായി ആരും ഉണ്ടാവരുതെന്ന ലക്ഷ്യത്തോടെ LDF സർക്കാർ ആവിഷ്കരിച്ച EMS ഭവന പദ്ധതി അപ്പാടെ അട്ടിമറിച്ചു. അധികാര വികേന്ദ്രീകരണം വഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്ന അധികാരവും പണവും തിരിച്ചുപിടിക്കുന്ന സ്ഥിതി വന്നു.
അങ്ങനെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ തകിടം മറിഞ്ഞു. സംസ്ഥാനത്തെ കൂട്ടിക്കിടന്ന വ്യവസായശാലകൾ തുറക്കുകയും രോഗഗ്രസ്തമായ അവയെ പുനരുദ്ധരിക്കുകയും ചെയ്തതാണ് LDF സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിച്ചതെങ്കിൽ UDF സർക്കാർ വന്നതോടെ അവയ്ക്ക് അധോഗതി ആയി. വിദ്യാഭ്യാസ മേഖല തകർക്കുന്നതിനെ കുറിച്ച് പ്രതിപക്ഷം മാത്രമല്ല ഭരണകക്ഷിയിൽപ്പെട്ടവർ തന്നെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർത്താറുള്ളത്. കാർഷിക മേഖലയിൽ കടുത്ത പ്രതിസന്ധി വീണ്ടും ഉണ്ടായിരുന്നു. കർഷകരുടെ ആത്മഹത്യ വീണ്ടും വ്യാപകമാകുകയാണ്. ജനങ്ങളുടെ ജീവിതത്തിന് ആശ്വാസം പകരുന്ന ഒരു നടപടിയിലും ശ്രദ്ധിക്കാത്ത ഉമ്മൻചാണ്ടി സർക്കാർ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവർക്ക് കൂട്ടുനിൽക്കുകയും അതിന്റെ പേരിൽ കൊടിയ അഴിമതി നടത്തുകയുമാണ് ചെയ്യുന്നത്. കേരളത്തിലാകെ നാണക്കേടുണ്ടാക്കിയ സോളാർ നിർമ്മിതി കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻഗണന്മാർ സലിംരാജിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഭൂമി തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും പ്രതിഷ്ഠാനത്താണ്. ഈ രണ്ട് കേസുകളിലും നിരവധി തവണ ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. ജനങ്ങളെ ബാധിക്കുന്ന വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങളിൽ സർക്കാർ കൈയും കെട്ടി നിൽക്കുകയാണ്. LDF ഭരണകാലത്ത് കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന പൊതുവിതരണ സമ്പ്രദായം തകർന്നു. നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം ദിവസവും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന KSRTC തകർച്ചയുടെ വക്കിലാണ്. LDF ഭരണം ഒഴിയുമ്പോൾ 2000 കോടി രൂപ ട്രഷറിയിൽ മിച്ചമുണ്ടായിരുന്നതാണ്. UDF സർക്കാരിന്റെ ഇടിപ്പുകേടും കെടുകാര്യസ്ഥതയും മൂലം ഇന്നിപ്പോൾ ട്രഷറി ഏത് സമയവും കൂട്ടുമെന്ന സ്ഥിതി എത്തിയിരിക്കുകയാണ്. പൊതുജനങ്ങളുടെ കാര്യത്തിൽ കാണിക്കുന്ന ജനവിരുദ്ധത ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ സർക്കാർ ജീവനക്കാരനും അധ്യാപകരോടും സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അട്ടിമറിച്ച് കോൺട്രിബ്യൂട്ടറി പെൻഷനാക്കിയത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 2005 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അട്ടിമറിച്ചതാണ്. 2006 അധികാരത്തിലുള്ള LDF ഗവൺമെന്റാണ് അത് പുനഃസ്ഥാപിച്ചത്. ഇപ്പോൾ അത് വീണ്ടും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. 2013 ഏപ്രിൽ 1 ശേഷം സർവീസിൽ പ്രവേശിച്ചവർക്ക് മുഴുവൻ കോൺട്രിബ്യൂട്ടറി പെൻഷൻ പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി സർക്കാർ അത് നടപ്പിലാക്കുന്നതിനും കള്ളക്കളി കാട്ടുകയാണ്. ഇതിൽ സർക്കാർ അടയ്ക്കേണ്ട വിഹിതം ഇതേവരെ അടയ്ക്കാതെ പുതുതായി സർവീസിൽ കയറിയവരെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരിൽ ഒരു വിഭാഗം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അർഹതയുള്ളവരും മറ്റൊരു വിഭാഗം അത് അർഹതയില്ലാത്തവരുമാണ്. ജീവനക്കാരെ രണ്ടിടത്തിൽ ആക്കുന്നതിനും അതുവഴി അവരുടെ നിലവിലുള്ള ആനുകൂല്യങ്ങൾ തട്ടിപ്പറിക്കുന്നതിനുമാണ് ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ വകുപ്പുകളിലടക്കം കരാർ നിയമനങ്ങൾ വ്യാപകമാക്കിയിരിക്കുന്നു. ഇതിന്റെ ഫലമായി സർക്കാർ വകുപ്പുകളെ തകർക്കുക മാത്രമല്ല വലിയ അഴിമതിയും നടത്തുകയാണ്. സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകന്മാർക്കും 5 വർഷത്തിലൊരിക്കൽ നടപ്പിലാക്കേണ്ട ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിലും മുഖ്യമന്ത്രി ജീവനക്കാരെ കബളിപ്പിക്കുകയാണ്. പുതിയ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചു എന്നല്ലാതെ അതിന്റെ പ്രവർത്തനങ്ങൾ ഗൗരവതരമായ വിധത്തിൽ നടപ്പിലാക്കുന്നില്ലെന്നാണ് അറിയുന്നത്. എന്ന് മാത്രമല്ല, കമ്മീഷന്റെ ചെയർമാന്റെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തസ്തിക വെട്ടിക്കുറയ്ക്കുന്നതിനും സ്കെയിലുകളിൽ വെട്ടിക്കുറപ്പ് വരുത്തുന്നതിനും വേണ്ടിയുള്ള ഒരു കമ്മീഷനാണ് ഇതെന്നാണ്. സർക്കാരിന്റെ സമ്പദ്ഘടന തകർക്കുകയും നിലനിൽക്കുന്നതിനെ അപകടത്തിൽ ആക്കുകയും ചെയ്യുന്ന നടപടികളും UDF ഗവൺമെന്റ് തുടരുകയാണ്. LDF ഭരണകാലത്ത് നികുതി വരുമാനത്തിൽ പ്രതിവർഷം 22% വളർച്ചയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോഴത്തെ 10% കുറഞ്ഞു. ലോട്ടറി മാഫിയയെ തുരത്തി സംസ്ഥാന